ശ്രദ്ധിക്കാം. നമ്മുടെ സമ്മേളന ഉപഹാരവും ഓർമ്മക്കുറിപ്പുമായി നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലേക്ക് നമ്മൾ നൽകുന്ന ക്ലോക്ക്, മദീന പാഷൻ പ്രിന്റ് ചെയ്തിട്ടുള്ള ക്ലോക്കുകളുണ്ട്. അതാത് മേഖലാ സെക്രട്ടറിമാർ കൗണ്ടറിൽ വന്ന് അവരുടെ മേഖലയിലെ പഞ്ചായത്തുകളുടെ പേര് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് ആ ക്ലോക്ക് വാങ്ങിക്കുകയും പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളുടെ മുന്നിൽ നമ്മൾ മേഖലയിലെ ഭാരവാഹികൾ പോയി ആ ക്ലോക്ക് കൈമാറണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഓരോ സ്ഥലത്തും കൈമാറുന്ന അതിൻ്റെ ഫോട്ടോ നമ്മുടെ SKSF MLP ഗ്രൂപ്പിൽ ഇടണമെന്നും അത് സ്പോൺസർ ചെയ്ത് നമ്മുടെ UAE മലപ്പുറം ജില്ലാ SKSF ജില്ലാ കമ്മിറ്റി കോർഡിനേഷൻ കമ്മിറ്റിക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതവിടെ ലഭിച്ചു എന്ന ഒരു രേഖയും അവർ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. നാളെ നമ്മുടെ പൊതുസമ്മേളനത്തിന് മുമ്പായി തന്നെ പരമാവധി അത് പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള ഓഫീസുകളിൽ എത്തിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം, ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഓരോ മേഖലയുടെ സെക്രട്ടറിമാരും കൗണ്ടറിൽ ചെന്ന് അത് വാങ്ങിച്ച് ക്ലിയർ ചെയ്യുകയും വേണം. അടുത്തത് ഉസ്വത്തുൻ ഹസന എന്ന സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ആമുഖ ഭാഷണത്തിന് വേണ്ടി SKSF ജില്ലാ ഉപാധ്യക്ഷൻ ഉമർ ധാരിമി പുളിയക്കോട് നമ്മോട് സംസാരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ വേദിയിൽ അണിനിരുന്ന സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, സഹപ്രവർത്തകരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ക്യാമ്പ് പ്രതിനിധികളായി പങ്കെടുത്ത സഹപ്രവർത്തകരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇതിലുപരി പടച്ച റബ്ബ് അവന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സർവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നാം ചെയ്തു പോകുന്ന സകലമാന തെറ്റുകുറ്റങ്ങൾക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ക്യാമ്പിൽ നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തത് കാരണം നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഒരു കാരണമായി പടച്ച റബ്ബ് ഇതൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്വത്തുൻ ഹസന എന്നതാണ് ഈ ക്യാമ്പിന്റെ, ഈ സെഷന്റെ പേര്. ഇന്ന് രാവിലെ മുതൽ പല വിഷയങ്ങളിൽ പല ആളുകളും അതിൻ്റെ വിഷയത്തിന്റെ മർമ്മങ്ങളിലേക്ക് ഇറങ്ങി നാമുമായി സംവദിച്ചു. ഇനി ഇവിടെ സംസാരിക്കുന്നത്, വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ഉസ്വത്തുൻ ഹസന എന്നുള്ള ഒരു സെഷനിലാണ്. നമുക്കറിയാം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതേത് വിഷയത്തിലും ഏത് കാര്യത്തിലും പരിശുദ്ധ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉദാത്തമായ മാതൃകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതേത് വിഷയം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മനുഷ്യൻ ഇടപെടുന്ന നിഖില മേഖലകളിലും പരിശുദ്ധ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉദാത്തമായ മാതൃകയുണ്ട്. ഏത് ഒരു പഠിതാവ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. ഒരു അധ്യാപകനെ നോക്കുമ്പോൾ അതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. എല്ലാം സാമൂഹ്യമായ ഒരു പ്രവർത്തകനെ പരിശോധിക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. ഇങ്ങനെ നിഖില മേഖലകളിലും പരിശുദ്ധ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. നബി തങ്ങളോടുള്ള മാതൃക എന്ന് പറയുമ്പോൾ
തിരുസുന്നത്തിലേക്ക് നാം തിരിച്ചു നടക്കുക എന്നുള്ളതാണ് ഏറെ അഭികാമ്യമായ മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കുന്ന, നബി തങ്ങളെ ഒരു റോൾ മോഡലായി സ്വീകരിക്കുന്ന ഒരു സ്വഭാവ സ്ഥിതിവിശേഷത്തിലേക്ക് നാം എത്തുക എന്നുള്ളതാണ് ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ വഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു എന്നാണ്. വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ കാന മഅീ ഫിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ റോൾ മോഡലായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സുന്നത്തുകളും ഒരു മുസ്ലിം പ്രഭാതത്തിൽ എണീറ്റതു മുതൽ വൈകിട്ട് അവന്റെ വിരിപ്പിലേക്ക് എത്തുന്നത് വരെ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ, ഒരു ദിവസത്തെ ജീവിതത്തിൽ എന്തൊക്കെയാണോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാരിതായിട്ട് നമ്മോട് എടുക്കാൻ വേണ്ടി പറഞ്ഞത്, അത് മുഴുവനും ജീവിതത്തിൽ പകർത്തി ഒരു ഉദാത്തമായ മാതൃക സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറയാത്ത ഒരു ദിവസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ടല്ലാതെ തണ്ടാസിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഒരു മുസ്ലിമിനുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഏതേത് വിഷയത്തിലും പുണ്യനബിയിൽ നാം മാതൃകയാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഒരു മാർഗത്തിലേക്ക്, ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അറാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മത്തസ്സാഅ യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാളെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, മാ അഅദദത ലഹ എന്നാൻ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത് എന്നാൻ. ആ സമയത്ത് പുണ്യനബിയോട് ഇദ്ദേഹം പറഞ്ഞത് ഹബ്ബുല്ലാഹി വ റസൂലിഹി എന്നാൻ. നീ ആരെ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള താല്പര്യം, മുത്തു റസൂലിനോടുള്ള മഹബ്ബത്താണ് ഞാൻ അതിനു വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് പറഞ്ഞപ്പോ, എന്നാൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയാണ് എന്ന് പരിശുദ്ധ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. ഇങ്ങനെ ഏതേത് വിഷയം പരിശോധിക്കുമ്പോഴും പുണ്യനബിയിലേക്കാണ്, പുണ്യനബിയെ നാം അനുകരിക്കേണ്ടതുണ്ട്. ആ പുണ്യനബി നമ്മുടെ റോൾ മോഡലായി മാറുമ്പോഴാണ് യഥാർത്ഥ ഒരു വിശ്വാസിയായി, യഥാർത്ഥ ഒരു മുസ്ലിമായി നമുക്ക് ജീവിക്കാനും അതുവഴി ഈമാൻ സലാമത്തായി മരിക്കുവാനുമുള്ള സാധ്യതകൾ ഉണ്ടാക്കാനും സാധിക്കൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നാം തിരിച്ചു നടക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. മാത്രമല്ല, ഈ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട് ഏകദേശം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കൊണ്ട് അനുഗ്രഹീതമായ വലിയ ആ നൂറ്റാണ്ടിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ ദീപശിഖ ഏന്തി കടന്നു വന്ന സ്വഹാബി വര്യന്മാർ, അവരിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച പരിശുദ്ധ ദീനാണ് പൈതൃകമായി തലമുറ കൈമാറി ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ ഒരു സമൂഹത്തെ, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ, ഈ ഒരു സംസ്കാര സമ്പൽ സമൃദ്ധമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണിയെടുത്തതിന്റെ ഒരു പ്രതിഫലനമാണ് നാം ഇവിടെ കാണുന്നത് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ആ പുണ്യനബി കാണിച്ചു തന്ന ആ മാതൃകയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തെ ആസ്പദമാക്കി എന്റെ ശേഷമുള്ള വിഷയാവതാരകർ വേണ്ട പോലെ വിഷയത്തിന്റെ മർമ്മതലങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത ഭാഷണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ വിഷയം ഇവിടാദ്യമായി ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമുക്കൊക്കെ സുപരിചിതനായ SKSSF-ന്റെ പ്രഥമ കാലഘട്ടങ്ങളിൽ ഇതിന്റെ സ്ഥാപിത നേതാക്കളിൽ ഏറെ പണിയെടുത്തു എല്ലാ നിലക്കും നമുക്കൊക്കെ സുപരിചിതനായ ബഹുമാനപ്പെട്ട യുവ പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയുമായ സലാം ഫൈലി വളവട്ടൂർ ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ സംഗമത്തിലേക്ക്, ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വിഷയത്തിൽ ഈ സെഷനിൽ മറ്റൊരു വിഷയാവതരണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ആസിഫ് ദാരിമി പുളിക്കൽ ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, ഈ പരിപാടിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ജലീൽ റഹ്മാനി വാണിയന്നൂർ ഉസ്താദും ഈ വിഷയ സംബന്ധമായി ഇടപെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ ഈ പ്രസീഡിയത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സെഷനിൽ സംവദിക്കുന്നത് ഷാഫി മാസ്റ്റർ ആലത്തിയൂർ, മുഹമ്മദ് കുട്ടി യാദവനാട്, ഷെരീഫ് പൊന്നാനി, IP ഉമ്മർ വാഫി, റസാഖ് പുതുപൊന്നാനി, മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക്, അതുപോലെ ഈ പരിപാടി ശ്രമിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും ക്യാമ്പ് അംഗങ്ങളെയും പ്രതിനിധികളെയും മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്വത്തുൻ ഹസന സെഷനിൽ ആദ്യമായി നമ്മോട് സംവദിക്കാൻ സമാധാനികനായ സലാം പൈലി ഒളവട്ടൂർ ബഹുമാനപ്പെട്ടവരെ ആദരവും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും എഴുന്നേറ്റ് കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും 3 പ്രാവശ്യം അശ്റാക്ക അശ്റാ याने बीस सलावातुल्लाह अलैकुम. तक़ब्बल अल्लाह. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأهل بيته وذريته أجمعين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر. صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കളെ, അഭിവന്യരായ പണ്ഡിതന്മാരെ, SKSF-ന്റെ SVS-ന്റെയുമൊക്കെ കർമ്മധീരരായ സാരഥികളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, അൽഹംദുലില്ലാഹ് മദീന പാഷനോടനുബന്ധിച്ച് നടക്കുന്ന മഹത്തായ ഈ ക്യാമ്പ് ഈ സായാഹ്നത്തോടടുക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃകയെപ്പറ്റി, ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല ആ മാതൃകയെപ്പറ്റിയുള്ള ഒരു സെഷനിൽ ഇഹ്സാൻ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കേണ്ട അതിമനോഹരമായ ഒരു സന്ദർഭത്തിലാണ് ഞാനുള്ളത്. വിഷയം ആസ്വദിക്കാനും അനുഭവിക്കാനും വന്ന നിങ്ങളുമൊക്കെ ഏതർത്ഥത്തിലും യോഗ്യതയോടെ നിൽക്കുമ്പോൾ ചെറിയൊരു അയോഗ്യതയും അസൗകര്യവും ഉള്ളത്
അത് അവതരിപ്പിക്കുന്ന ആള് ഈ ശബ്ദത്തിന്റെ അരോചകത്വം അനർഹതയുമൊക്കെയാണ്. പക്ഷെ ചില ശബ്ദങ്ങൾ അരോചകങ്ങളാണെങ്കിലും അത് നമുക്ക് ചില ഉണർത്തുകളായിരിക്കും എന്ന പ്രതീക്ഷയോടെ മാത്രം ഇവിടെ മഹാന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഉജ്ജ്വല വാഗ്മികളുമൊക്കെ പിന്നിൽ നിൽക്കുമ്പോൾ വിഷയത്തെ ഏത് വിധത്തിൽ സമീപിക്കണമെന്നതിനെപ്പറ്റി ഒരു ആശങ്ക സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ ഇത് ഏത് മതാചാര്യരെ പറ്റി ലോക നേതാക്കളെ പറ്റിയൊക്കെ ആ മതത്തിന്റെ ഗ്രന്ഥങ്ങൾക്കും ആ നേതാക്കളുടെ അനുയായികൾക്കും അവകാശപ്പെടാവുന്ന സ്വാഭാവികമായ ഒരു അവകാശവാദം മാത്രമാണോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്, ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു, അതിന് ഉണ്ടാവാൻ പോകുന്നു എന്നല്ല. ലഖദ് കാന ലക്കും, തീർച്ചയായും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരു സംഭവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും നല്ല മാതൃക ഒരു ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അവിടെ എന്താണ് മാതൃക എന്ന് ചോദിച്ചാൽ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഞാൻ അന്വേഷിച്ചുണ്ടാക്കാമെന്ന് പറയാൻ പറ്റില്ല, അതുണ്ടായിരിക്കണം. ഇങ്ങനെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം, സംശയിച്ചു നിൽക്കേണ്ടതില്ലാത്ത വിധം മാതൃകയുണ്ടെന്ന് പറയാൻ ലോകത്ത് വേറെയൊരു നേതാവേതാണെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്വിതീയനായി തന്നെ നിലനിൽക്കുകയാണ്. എന്റെ പരിമിതമായ അറിവുകൾ വെച്ച് പോലും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റും, നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം പറഞ്ഞോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക അവിടെ ഞാൻ പറഞ്ഞു തരാമെന്ന്. ഏതൊരു നേതാവിനെ പറ്റിയാണ് ഇങ്ങനെ പറയാൻ പറ്റുക? ഇത് കേവലമായ അവകാശവാദമല്ല, നമുക്ക് സാധിക്കുമെന്നത് ഓരോരുത്തർക്കും ഈ മേഖല പഠിച്ചവർക്കൊക്കെ ബോധ്യമുള്ള സംഗതി, ഏത് വിഷയത്തിലും. പക്ഷെ മാതൃക ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ലഖദ് കാന ലക്കും, നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തോന്നുന്നവർക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ള മാതൃകയല്ല. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ഒരാളുടെ പ്രതീക്ഷ, ഒരാളുടെ താൽപര്യം അല്ലാഹുവിലാണ്, പരലോകത്തിലാണെങ്കിൽ അല്ലാഹു യൗമുൽ ആഖിർ, ഇതാണ് ഒരാളുടെ പ്രതീക്ഷയെങ്കിൽ അവർക്ക് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമ മാതൃകയുണ്ട്. ഏതേതു വിഷയങ്ങൾ, നിങ്ങളൊരു ഡിക്ഷണറി എടുത്ത് ആദ്യാക്ഷരം മുതൽ ഓരോ പദങ്ങളും എടുത്തു നോക്കുക. എന്നിട്ട് ആ പദങ്ങളിൽ എന്താണ് നിങ്ങളുടെ പ്രവാചകന്റെ മാതൃകയെന്ന് ചോദിച്ചാൽ ഈ ഉമ്മത്തിന് ഉത്തരം മുട്ടേണ്ടി വരില്ല. ഏതേതു കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. ജീവിതത്തിന്റെ പച്ചയായ പുറംപോക്കുകളിൽ തന്നെയാണ്, സജീവമായ യാഥാർത്ഥ്യങ്ങളിൽ തന്നെയാണ് അവിടുന്ന് മനുഷ്യകുലത്തിന്റെ മുമ്പിൽ ജീവിച്ചു പോയത്. ഏതോ ചില പ്രത്യേക സാഹചര്യങ്ങളിലോ പ്രത്യേക ജീവിത സാഹചര്യങ്ങളോ ആയിരുന്നില്ല. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഇടപെടാവുന്ന ഏതൊക്കെ മേഖലയാണെങ്കിലും എണ്ണി പറഞ്ഞാൽ തീരാൻ പ്രയാസമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശൈശവം മുതൽ വാർദ്ധക്യം വരെ വരാവുന്ന മുഴുവൻ രംഗങ്ങളിലും, വൈയക്തിക ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും സാമൂഹിക ഭരണക്രമങ്ങളിൽ എവിടെയൊക്കെ എവിടെ നോക്കിയാലും ഉത്തമ മാതൃക. ഒരു മാതൃക പോലും മനുഷ്യൻ എന്ന രീതിയിൽ വന്നുപോയ ഒരു പിഴവ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തേണ്ടതില്ല. മാനുഷികമായ ഒരു ചാബല്യം എന്ന് പറഞ്ഞു മാറി നിൽക്കേണ്ടി വരില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ആരുടെ മുമ്പിലും എപ്പോഴും തികച്ചും ജാജ്വല്യമാനമായ, ശുഭ്രമായ, എവിടെയും ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്ത, പകലും രാത്രിയും വ്യത്യാസമില്ലാത്ത,
കിടപ്പറകളിലും ഭരണസിരാകേന്ദ്രങ്ങളിലും ഒരുപോലെ എല്ലാവർക്കും അനുകരണീയമായ മാതൃകകളായി ലോകത്ത് തുല്യതയില്ലാത്ത ഒരു മാതൃക ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോ ബിസ്മിയും ഹംദുമൊക്കെ ചൊല്ലി സ്വാഭാവികമായും സ്വലാത്ത് കൊണ്ട് ആരംഭിക്കുന്നു. അവിടെ തുടങ്ങുന്ന ഒരു മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു പ്രസംഗത്തിലും ഇന്നൽ ഹംദലില്ലാ, ആ ഹംദ് കൊണ്ട് ഇവിടെ നേരത്തെ ഞാൻ ആമുഖമായി പറഞ്ഞ ആ ഒരു ആമുഖം ഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് എന്ന് തുടങ്ങുന്ന ആമുഖമില്ലാതെ അവിടുന്ന് പ്രസംഗിച്ചിരുന്നില്ല എന്നാണ്. ഞാനൊരു ഉദാഹരണം മാത്രം. എത്ര നൂറ് കാര്യങ്ങൾ നമുക്ക് പറയാം. സഹനത്തിന്റെ, ക്ഷമയുടെ, ലോകത്ത് അങ്ങനെ പറയാവുന്ന എല്ലാ സൽഗുണങ്ങളിലെയും ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഇത മിൻ ശറഫി വൻസുബ് ഇലാ ഫദ്ലിഹി മാ ശിഇത മിൻ കറമി ഫഇന്ന ഫദ്ല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ് അൻഹു നാതിഖുൻ ബിഫമി എന്ന് മഹാനായ ഇമാം ബൂസൂരി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബുർദത്തുൽ മദീഹിൽ പറഞ്ഞത് കേവലമായ ഒരു കാവ്യാത്മകമായ ഭാവനയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതെവിടെ നോക്കിയാലും പ്രവാചക ജീവിതത്തിൽ എന്തെന്തു നന്മകൾ നാം ചേർത്തു പറഞ്ഞാലും ഫൻസുബ് ഇലാ ദാതിഹി, അവിടുത്തെ ദാത്തിലേക്ക് മാ ശിഇത മിൻ ശറഫി, ഏതൊരു യോഗ്യതയും അന്തസ്സും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് പറയാം. അവിടുത്തെ ഫദ്ലിലേക്ക് ഏതു കറമും ചേർത്ത് പറയാം. കാര്യം ഫഇന്ന ഫദ്ല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫദ്ലിന് ഹദ്ദില്ല. അതുകൊണ്ടൊരു നല്ല കാര്യം നല്ലതാണ് എന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു കാര്യം അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ധൈര്യമായി പറയാൻ സാധിക്കും. കാരണം അവിടുന്ന് പറഞ്ഞു ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവങ്ങളുടെ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ യാത്രയായി നിയോഗിക്കപ്പെട്ടത്. സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് നിയോഗിക്കപ്പെട്ടുവെങ്കിൽ സൽസ്വഭാവം ബാക്കിയുണ്ടാകാൻ പാടില്ല ആ ജീവിതത്തിലില്ലാതെ. ആ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഒരു നല്ല സ്വഭാവം ലോകത്ത് ഇന്നുവരെ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രസംഗത്തിലപ്പുറം വേണമെങ്കിൽ നമുക്കൊരു ഇടപെടലുകളാകാൻ പോലും സാധിക്കുന്ന സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. സമയക്കുറവും അറിവിന്റെ കുറവുമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ. പക്ഷേ വേണമെങ്കിൽ ഈ സെഷൻ അങ്ങനെയും ആക്കാമായിരുന്നു. നിങ്ങൾക്ക് ചോദിക്കാം ഇന്ന വിഷയത്തിൽ ഏതാ പ്രവാചകന്റെ മാതൃകയെന്ന്. ഏതേത് വിഷയത്തിൽ ചോദിച്ചാലും മാതൃകകൾ പറയാൻ മാത്രം ഇഷ്ടം പോലെ മാതൃകയുള്ള, എനിക്കറിയില്ലെങ്കിൽ ഇവിടെയുള്ള നേതാക്കളും പണ്ഡിതന്മാരും ഒക്കെയുണ്ട്, അവർക്കെങ്കിലും അറിയാത്ത ഒരു മാതൃകയും ഉണ്ടാവില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവൻ മാതൃകയായിരുന്നു. നമുക്കതറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കുക, സകലമാന സ്വഭാവ ഗുണങ്ങളും അവിടുന്ന് ഉണ്ടായിട്ട് പോലും അള്ളാഹു അതിന്റെ പേരിലാണല്ലോ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ തങ്ങൾ അത്യുന്നതമായ അതിമഹത്തായ ഒരു സ്വഭാവ വിശേഷത്തിന്റെ മേലാണ്. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറഞ്ഞു വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, നബിയെ തങ്ങൾക്ക് അറിവില്ലാതിരുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ ഫദ്ല് തങ്ങളുടെ മേൽ വളരെ വളരെ വലുതാണ്. ഇൽമിനെ ചേർത്താണ് അള്ളാഹുവിന്റെ ഫദ്ലിന്റെ മഹത്വം അല്ലാഹു തആല ഇവിടെയും ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും അത് തന്നെയാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഫദ്ല് നബി തങ്ങളുടെ മേലുണ്ട് എന്നതിനൊരു സംശയവുമില്ല. പക്ഷെ അത് ഏറ്റവും മഹത്താണ് എന്ന് പറഞ്ഞത് ഇൽമിനോട് ചേർത്താണ്. പക്ഷെ സ്വഭാവത്തെ പറ്റി പറഞ്ഞെടുത്ത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അതേ അദീം തന്നെയാ ഉപയോഗിക്കുന്നത്. ഏറ്റവും ഉദാത്തമായ ഉന്നതമായ അതിമഹത്തായ സ്വഭാവ വിശേഷത്തിന്റെ മേലാണ് തങ്ങളുള്ളത് എന്ന്. സ്വഭാവ വിശേഷത്തിൽ ഒരാൾക്കും സംശയിക്കാനില്ലാത്ത മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണഗണങ്ങളിൽ ഒരു പങ്കാളിയുമില്ല. നമ്മൾ സാധാരണ അല്ലാഹുവാണ് ഏകനായവൻ, ലാ ശരീക ലഹ്, പങ്കാളിയില്ലാത്ത ഏകനായവൻ റബ്ബ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റുബൂബിയ്യത്തിനും ഉലൂഹിയ്യത്തിനും പങ്കാളിയില്ലാത്ത റബ്ബ്, ലാ ശരീക ലഹു ആയ റബ്ബ്, അത് സൃഷ്ടാവ് എന്ന നിലയ്ക്ക് ഏകനായ പങ്കാളിയില്ലാത്ത സൃഷ്ടാവാണെങ്കിൽ സൃഷ്ടിയിൽ തുല്യതയില്ലാത്ത ഒരു സൃഷ്ടിയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി, ഗുണഗണങ്ങളിൽ, അവിടുത്തെ ഗുണങ്ങളിൽ, അവിടുത്തെ വൈശിഷ്ട്യങ്ങളിൽ
സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ ഒരു പങ്കാളി പോലുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന, ഒരാൾക്കും ആ സ്ഥാനത്തെത്താൻ കഴിയാത്ത, മറ്റൊരാൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത, ഇമാം ബൂസൂരി തന്നെ ബുർദയിൽ പറഞ്ഞതുപോലെ മറ്റൊരാൾക്ക് ഫലം തുറമി എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥാനം ആഗ്രഹിക്കപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്ത ബലവത്ത് കുല്ലം മഖാമിൻ ഇത് നൂദീത ബിർറഫി മിസ്ലൽ മുഫ്രദിൽ ആലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മറ്റൊരാൾക്കും പ്രാപിക്കാൻ സാധിക്കാത്ത ആ ഒരു സ്ഥാനത്ത് നബി തങ്ങൾ മാത്രമാണ് എത്തുന്നത്. സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ ഒരാൾക്ക് പോലും അവിടുത്തോട് കിടപിടിക്കാൻ സാധിക്കാത്ത ആ ഒരു സ്ഥാനം, അത്രയൊക്കെ സ്ഥാനമുണ്ടായിട്ടും അല്ലാഹു തആല പറഞ്ഞു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹു വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് നബിയെ ലിൻത ലഹും, തങ്ങൾ അവരോട് വളരെ സൗമ്യതയുള്ള ആളായത്. അങ്ങേയറ്റ സൗമ്യ സ്വഭാവമുള്ള ആളായി തങ്ങൾ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നു. തങ്ങൾക്ക് അല്ലാഹ് ചെയ്ത വലിയ അനുഗ്രഹമാണ്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ്, തങ്ങളെങ്ങാനും ഹൃദയ കാഠിന്യമുള്ള കുറച്ചു പരുക്കൻ സ്വഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ, ഹാഷാവക്കല്ല, നബി തങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ലം ഫദ്ദു മിൻ ഹൗലിക്, തങ്ങളുടെ ചുറ്റിൽ നിന്നും അവർ ഒഴിഞ്ഞു പോകുമായിരുന്നു. നമുക്ക് ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റിൽ നിന്നും ആരെങ്കിലും ഒഴിഞ്ഞുപോയോ? ഹിറക്കൽ അബൂ സുഫിയാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവർ കൂടുന്നുവോ കുറയുന്നുവോ എന്ന് ചോദിച്ചപ്പോ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമിനെ തകർക്കാൻ നടക്കുന്ന കാലത്ത് പറഞ്ഞ മറുപടി ബൽ യസീദൂൻ, ഒപ്പുള്ള ആളും പോവുന്നില്ല, ഒപ്പം കൂടിയവരാരും പിരിഞ്ഞു പോകുന്നില്ല, അവർ കൂടുക തന്നെയാ, കൂടുതലാവുകയാ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ആകർഷകത്വം? എവിടുന്നാണ് ആ ആകർഷകത്വം വന്നത്? അത് അല്ലാഹ് പറയുകയാണ്, വേറെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അവിടെ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് രണ്ട് ഗുണം എടുത്തു മാറ്റിയാൽ ബാക്കി മുഴുവനുണ്ട്. ധീരനാണ്, സത്യസന്ധനാണ് എന്ന് തുടങ്ങി 100 ഗുണങ്ങൾ നമുക്ക് പറയാം. അതൊക്കെ അവിടെ ഉണ്ട് താനും. പക്ഷെ ആകെ 2 മൈനസ് ചെയ്തു. എന്താണത്? കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബ്, ഹൃദയ കാഠിന്യമുള്ള പരുക്കൻ വർത്താനം. ആളൊക്കെ സത്യസന്ധൻ തന്നെയാ, പറയുന്നതൊക്കെ ശരിയെ പറയൂ, നീതിയെ ചെയ്യൂ, പക്ഷെ വർത്താനം കുറച്ച് പരുക്കനാണെങ്കിൽ, പെരുമാറ്റം കുറച്ച് ധാർഷ്ട്യമുള്ളതാണെങ്കിൽ ലൻഫദ്ദു മിൻ ഹൗലിക്, ആള് ചുറ്റും നിൽക്കൂല. ചുറ്റിലും ആളുണ്ടാവണമെങ്കിൽ സ്വഭാവത്തിന്റെ ഈ മഹിമ അത് പെരുമാറ്റത്തിന്റെ മഹിമയാണ്. അത് സമജീവികളോടുള്ള, സഹസൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിന്റെ ആ ഒരു ലാവണ്യമാണ്. അല്ലാഹ് പറയുന്നു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നബിയെ തങ്ങൾ അവരോട് ഇത്ര ലാവണ്യപൂർവമായി പെരുമാറുന്ന, അങ്ങേയറ്റത്തെ സൗഷ്ഠവത്തോടെ പെരുമാറുന്ന, അങ്ങേയറ്റത്തെ വിനയത്തോടെ പെരുമാറുന്ന ആളായത്. ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ ഒരു സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൈനസ് ചെയ്യാനില്ലെന്നർത്ഥം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അതിന്റെ ദൂഷ്യം കാണും. സ്വഭാവങ്ങളുടെ പൂർത്തീകരണം, ഏത് വിഷയത്തിലും ഉത്തമ മാതൃക, എവിടെയും ഒരു കുറവുമില്ലാത്ത ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർത്തീകരിക്കുന്നതാണ് ഇഹ്സാനിലൂടെ നാം കാണുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം ശുഭ്രവസ്ത്രധാരിയായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ചരിത്രം, അത് കഥകൾ, അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാം ബുഖാരി, മുസ്ലിം അടക്കം എല്ലാ പ്രമുഖരും റിവായത്ത് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം. ഈ പരിമിതമായ സമയത്ത് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അവിടെ എല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് ശുഭ്രവസ്ത്രധാരിയായി, എന്നാൽ വസ്ത്രത്തിൽ എവിടെയും ഒരു യാത്രയുടെ അടയാളമായ അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിപടലമോ വസ്ത്രത്തിലോ ശരീരത്തിലോ മുടിയിലോ കാണാതെ, അന്യനാട്ടുകാരനല്ല, ഇവിടെയുള്ള ആളാണെന്ന് തോന്നുന്ന വിധം, പക്ഷെ അവർക്കാർക്കും പരിചയവുമില്ലാത്ത ഒരാൾ, ആ ഒരു വേഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചില ചോദിച്ച് തിരിച്ചു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചത്, അതദ്റൂന യാ ഉമർ, അതദ്റൂന, നിങ്ങൾക്കറിയാമോ? അല്ലെ, ഒരു റിവായത്തിൽ ഉമർ റളിയല്ലാഹു സ്വന്തമായി ചോദിക്കുന്നുണ്ട്, അതദ്രി യാ ഉമർ, നിനക്കറിയാമോ ഉമറെ ആരാ വന്നത്? അല്ലാഹു വറസൂലുഹു അലം, ദാക ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും, വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വന്നതാ. അല്ലാഹുവിന്റെ റസൂൽ തന്നെയാ എല്ലാം പഠിപ്പിക്കുന്ന ആള്. പക്ഷെ എന്നിട്ടും എന്തേ ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ ഇങ്ങനെ വന്നു?
മനുഷ്യരൂപത്തിൽ സ്വഹാബത്തിന് കാണാവുന്ന രീതിയിൽ വന്ന് ചോദിക്കുന്നു, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ? ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായ വിശ്വാസങ്ങൾ മറുപടി പറയുകയാണ്. അഖ്ബിർനി അനിൽ ഈമാൻ എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, ഈമാൻ എന്താണ് അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഈമാനിന്റെ 6 കാര്യങ്ങൾ. സ്വാഭാവികമായും ഇതല്ലേ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൂ, ഇസ്ലാമും ഈമാനും. പക്ഷെ ഒപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, നബി ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്സാൻ പറയുന്നത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നീ ആരാധിക്കല, കഅന്നക തറാ, അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ, ഫഇൻ ലം തകുൻ തറാഹ്, അല്ലാഹുവിനെ നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക, അല്ലാഹു നിന്നെ കാണുന്നു എന്ന ബോധമെങ്കിലും ഉണ്ടാവണം. ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഞാനിത് എന്തിന് ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഇഹ്സാൻ എന്നത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്വത്ത് നമ്മളിൽ ഉണ്ടാവുന്നത്. ഇസ്ലാമും ഈമാനും നമ്മളൊക്കെ ഉള്ളവർ തന്നെയാ, അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഇസ്ലാം നമുക്കുണ്ട്, അൽഹംദുലില്ലാ, ഈമാൻ നമുക്കുണ്ട്, അൽഹംദുലില്ലാ. അല്ലാഹു തആല അതിന്റെ പൂർത്തീകരണം, അതിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുമാറാവട്ടെ. ഈമാനും ഇഹ്സാനും സമ്പൂർണ്ണമായി ഉണ്ടാവണം. പക്ഷെ അത് എങ്ങനെയാണ് സമ്പൂർണ്ണമാവുന്നത്? ഇസ്ലാം എന്നത് കൃത്യമായി ഇന്നതാണ്, ഷഹാദത്താണ്, നിസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്, ഹജ്ജാണ് നമുക്കറിയാം. ഈമാൻ എന്നത് ഇന്നതിലുള്ള വിശ്വാസമാണെന്ന് നമുക്കറിയാം. പിന്നെ എന്താ ഇനിയൊരു ഇഹ്സാന് പ്രസക്തി? അവിടെയാണ് ഉസ്വത്തുൻ ഹസന. നാം ചെയ്യുന്ന ഏതൊരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകളിലൂടെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക ഓരോ അമലിലും അള്ളാഹുവിന്റെ ഒരു മുറാഖബത്ത് ഉണ്ടാവുക എന്നതാണ്. അമലുകൾ ഒരുപാട് ചെയ്തു കൂട്ടുക എന്നതല്ല. അതിനുവേണ്ടിയല്ല അല്ലാഹു നമ്മളെ പടച്ചത്. എന്തിനാ അല്ലാഹു പടച്ചത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജീവിതവും മരണവും ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നത്. ജീവിതവും മരണവും ഇല്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെ തുടർന്നാൽ മതിയായിരുന്നു ആദം അലൈഹിസ്സലാമിന്. ഇവിടെ നമ്മൾ ജീവിത മരണങ്ങളുടെ ഒരു ചക്രത്തിലൂടെ സഞ്ചരിച്ചു വേണം പരലോകത്തെത്താൻ. അതുകൊണ്ട് തന്നെ ഈ ജീവിത മരണം ദുനിയാവിലൂടെ നമ്മൾ ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ആരാണ് അമൽ ഇഹ്സാൻ ഉള്ളതെന്ന് നോക്കാനാ. അതാ അല്ലാഹു പരിശോധിക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാ ഇലാ അഅമാലിക്കും. നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ ഒരു റിവായത്തിൽ നിങ്ങളുടെ അമലുകളിലേക്ക് പോലും അല്ലാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അവിടെ അമൽ എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, അക്സറു അമല എന്നല്ല. അമൽ അധികമാർക്കാണ് എന്നതല്ല. ഇവിടെ അധികത്തിന്റെയും കുറവിന്റെയും പ്രശ്നമല്ല ഉള്ളത്. അതിന്റെ ക്വാണ്ടിറ്റിയുടെ പ്രശ്നമല്ല, ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. അമല് എങ്ങനെ നിർവഹിക്കുന്നു എന്നതാണ്, എത്രയുണ്ട് എന്നതല്ല അല്ലാഹു നോക്കുന്നത്. അമലിൽ ഇഹ്സാൻ വേണം. ചെയ്ത ഏതൊരു അമലും ചെറിയൊരു അമല് മതി. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. പക്ഷെ അത് ഏതർത്ഥത്തിൽ പറയണം, ഏത് രീതിയിൽ പറയണം? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അല്ലാഹുവിനെ നമ്മൾ കൺമുമ്പിൽ കാണുന്നത് പോലെ, അള്ളാഹുവിനെ കൺമുമ്പിൽ കാണുന്നത് പോലെ പറയാൻ നമുക്ക് സാധിക്കണം. റബ്ബിന്റെ ഒരു ശുഹൂദ് ഉണ്ടാവണം. അല്ലെങ്കിലും ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമത്തല്ലല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമത്താണെങ്കിൽ പ്രവാചകൻ അതിനുവേണ്ടി ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല. കലിമത്തിലപ്പുറം ഇതൊരു ഷഹാദത്താണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അല്ലാഹു ആണ് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ സാക്ഷിയായത്. പിന്നെ അല്ലാഹുവിന്റെ മലക്കുകളാണ്. അതിനുശേഷം ഉലുൽ ഇൽമാണ്, അറിവുള്ളവരാണ്, വിവരമുള്ളവരാണ്. ഇതൊരു ഷഹാദത്താണ്. ഇത് കേവലമായ നാവ് കൊണ്ടുള്ള ഒരു അധരവ്യായാമമല്ല. ഇത് മനസ്സിന്റെ ഒരു ബോധ്യമാണ്. ഇതൊരു അനുഭവ യാഥാർത്ഥ്യത്തിന്റെ സ്വയം പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അതൊരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണ്. അത് അൻ തഅബുദല്ലാഹ്, അല്ലാഹുവിനെ കാണുന്നത് പോലെ നമുക്ക് പറയാൻ സാധിക്കണം ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും. ഇനി അവിടെ നമുക്കൊരു ഇളവ് തരികയാണ്. ഫഇൻ ലം തകുൻ തറാഹ്,
അള്ളാഹുവിനെ കാണാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക്, റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന്. നമ്മൾ ഇന്ന് ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിൽ പോയാൽ അല്ലെങ്കിൽ ഒരു വാണിജ്യ കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെ എഴുതി വെക്കുകയാണ് നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, ഒരു ബോധം നൽകുകയാണ്. പക്ഷെ റബ്ബ് നേരത്തെ നമ്മളോട് പറഞ്ഞില്ലേ, വൽ ഫജ്രി വലയാലിൻ നശ്ർ വശഫഇ വൽ വത്രി വൽ ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ എന്ന ഏറ്റവും മനോഹരമായ പ്രതിജ്ഞകൾക്ക് സത്യങ്ങൾക്ക് ശേഷം അല്ലാഹു പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദി അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالوادي وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد إن ربك لبالمرصاد. നിരീക്ഷണ സ്ഥാനത്ത് നിങ്ങളുടെ റബ്ബുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ലോക ചരിത്രത്തിലെ ധിക്കാരികളുടെ പതനങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ടാണ് അല്ലാഹു തആല ഇതൊക്കെ പറയുന്നത്. ആദിന്റെ സമൂദിന്റെ ആദും സമൂദും ഗോത്രങ്ങളാണെങ്കിൽ ആ ഗോത്രങ്ങൾ ഈ ലോകത്തുണ്ടാക്കിയ വലിയ കുഴപ്പങ്ങളെക്കാൾ വലിയ കുഴപ്പമുണ്ടാക്കിയ ഒരു മനുഷ്യൻ വഫിർഔന ദിൽ ഔതാദ്, ഫിർഔൻ എന്ന ഏറ്റവും വലിയ ധിക്കാരി, ഇവരുടെയൊക്കെ പതനത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ചെയ്തികളൊക്കെ നോക്കിക്കാണുന്ന ഒരുത്തനുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഈ ഒരു നിരീക്ഷണ സ്ഥാനത്ത് റബ്ബുണ്ട് എന്ന ഒരു ചിന്തയും ബോധ്യവും ഇത് ഓരോ ഇബാദത്തിലും നമുക്കുണ്ടാവണം. വെറുതെ ഒരു കടമ കഴിക്കലല്ല. അള്ളാഹു എന്നെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു, ഓരോ സമയത്തും എന്റെ ഓരോ ചലനവും റബ്ബിന്റെ നിരീക്ഷണത്തിന്റെ മുമ്പിലാ, റബ്ബിന്റെ റഡാറിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഒരു ബോധ്യമുണ്ടാവുക. ഇഹ്സാൻ എന്നത് അമല് നല്ല രീതിയിൽ നിർവഹിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത ആ ഇഹ്സാൻ ഉണ്ടല്ലോ, ആ ഇഹ്സാൻ ഈമാനും ഇസ്ലാമിന്റെയും പൂർത്തീകരണമാണ്. കേവലമായ ഒരു വിശ്വാസവും കുറച്ച് പ്രവർത്തനങ്ങളും മാത്രമല്ല, അത് നിർവഹിക്കുന്ന രീതി റബ്ബിന്റെ ഇഖ്ലാസോടുകൂടി റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണെങ്കിൽ അത് ഇഹ്സാനുള്ള അമലായി. ഇഹ്സാൻ ഉണ്ടെങ്കിൽ അല്ലാഹു ചോദിക്കുകയാ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന്റെ ഫലം ഇഹ്സാൻ അല്ലാതെ വേറെ എന്താ? എത്ര മനോഹരമായ ഒരു ചോദ്യമാണ്. എന്നിട്ട് അല്ലാഹു തആല സൂറത്തുൽ, നമുക്കറിയാവുന്ന സൂറത്തുർ റഹ്മാനിൽ ചോദിക്കുന്നു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പിന്നെ എന്താണ് നമുക്ക് അല്ലാഹുവിന്റെ നിഅമത്തിൽ കളവാക്കാനുള്ളത്? അല്ലാഹു നൽകുന്ന ഇഹ്സാന് അല്ലാഹു തന്നെയാ പിന്നെയും പ്രതിഫലം നൽകുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ പല മുഫസ്സിരിങ്ങൾ, ഇമാം ബഗവിയൊക്കെ തഫ്സീറിൽ പറഞ്ഞത് എല്ലാവരും എടുത്തുദ്ധരിച്ചത്, കൂടുതൽ മുഫസ്സിരിങ്ങൾ പറഞ്ഞത് ഇത് രണ്ടും അല്ലാഹു തന്നെ ചെയ്യുന്നതാ. അല്ലെങ്കിലും എല്ലാ ഇഹ്സാനും റബ്ബിൽ നിന്ന് തന്നെയല്ലേ. നമ്മൾ ഈ ലോകത്ത് എന്തു നന്മ ചെയ്താലും അതിന്റെ മുഴുവൻ ഉത്തരവാദി റബ്ബ് തന്നെയാ. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നമുക്ക് തൗഹീദിന്റെ കലിമത്ത് പറയാൻ റബ്ബ് അവസരം നൽകിയത് റബ്ബ് ചെയ്ത ഇഹ്സാനാ. അതിന് പ്രതിഫലം റബ്ബ് നൽകുന്നത് സ്വർഗം എന്ന മറ്റൊരു ഇഹ്സാനിലൂടെയാ, കേവലമായ ഒരു സ്വർഗമല്ല. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ഉസ്വത്തുൽ ഹസനയിൽ ഒരുപാട് ഉസ്വത്തുകൾ പറയാറുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാ ഞാൻ ഇഹ്സാൻ ഊന്നി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ മേഖലയിലേക്ക് വരുന്നത്. ഇഹ്സാൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ച ഏറ്റവും നല്ല മാതൃക. ലോകത്തെ ഏറ്റവും ഇഹ്സാനായ മുഹ്സിനായ മനുഷ്യൻ, ഏറ്റവും നന്മ ചെയ്ത മനുഷ്യൻ, പ്രവൃത്തികൾ ഏറ്റവും നന്നായി ചെയ്ത ആള് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാ. അല്ലാഹു തആല ചോദിക്കുന്നത് ഇഹ്സാന്റെ പ്രതിഫലം, ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് എന്താ ഉള്ളത്? ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനു, അമലുകൾ നന്നായി ചെയ്തവർക്ക് അൽ ഹുസ്ന, സ്വർഗമുണ്ട്. ഹുസ്നയുണ്ട്, ഏറ്റവും നല്ലതുണ്ട്. അൽ ഹുസ്ന, ഏറ്റവും നല്ലത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വസിയാദ, വസിയാദ, ഒരു പ്ലസ്സുമുണ്ട്. ഹുസ്നയേക്കാൾ പിന്നെയും ഒരു പ്ലസ്. ഹുസ്ന എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലത്. പിന്നെ എന്താ പിന്നെ ഒരു പ്ലസ്? ഏറ്റവും വലിയ ഗ്രേഡ് ഏതാ? എ ആണല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാരിൽ അതിന് മുകളിൽ നമുക്ക് എയുടെ മുകളിലൊന്ന് കയറ്റി വെക്കാൻ ഒക്കുകയില്ല. എ ഗ്രേഡ്, പക്ഷെ എയുടെ അപ്പുറത്ത് നമുക്ക് എ പ്ലസ് കൊടുക്കുകയാണ്. അൽ ഹുസ്ന വസിയാദ, ഏറ്റവും നല്ലതിന്റെ മുകളിൽ പിന്നെയും ഒരു വർധനവ്. എന്താണ് ആ വർധനവ്? ഏറ്റവും നല്ലതെന്താ? അതിന്റെ മേൽ പിന്നെ എന്താ?
ഏറ്റവും നല്ലത് മുഫസ്സിരിങ്ങൾ പറയുന്നു അത് അള്ളാഹുവിന്റെ സ്വർഗം. ഇത് മുഫസ്സിരിങ്ങൾ വെറുതെ പറയുകയല്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അതദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. നിങ്ങളുടെ റബ്ബ് എന്താ പറയുന്നത്? നിങ്ങളുടെ റബ്ബ് പറയുകയാണ്, സ്വർഗത്തിന്റെ അഹലുകാർ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിന്റെ അഹലുകാർ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അൽഹംദുലില്ലാഹ് റബ്ബ് നമ്മളെ കൂട്ടത്തിലാക്കി തരുമാറാവട്ടെ. ആ ഒരു സമയം നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണെങ്കിൽ വരുമല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഒരു ദിവസം നമ്മുടെ സ്വർഗത്തിലാണെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾക്കിനി എന്താ വേണ്ടത്? ഇനി എന്താ വേണ്ടത്? സ്വർഗം കിട്ടിയവർക്ക് ഇനി എന്താ വേണ്ടത്? സ്വർഗം കിട്ടിയവർക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ മോഹിക്കുന്നത് എന്ത് ലഭിക്കുന്ന സ്ഥല. ലഹും മാ യശാഊന ഫീഹ വലദൈനാ മസീദ്. സൂറത്തു ഖാഫിലും അല്ലാഹു പറഞ്ഞില്ലേ, ലഹും മാ യശാഊന ഫീഹ, സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് മുഴുവനും അവർക്കുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വസിയാദ വലദൈനാ മസീദ്, അവരുദ്ദേശിക്കുന്നതിനപ്പുറം ചില സർപ്ലസുകൾ നമ്മുടെ അടുക്കലുണ്ട്. അവരുദ്ദേശിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറം ചില പ്ലസ്സുകളുണ്ട്. എന്താണ് ഈ പ്ലസ്? സ്വർഗത്തിന്റെ അപ്പുറം പിന്നെ എന്താ? അതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇനി എന്തു വേണമെന്ന് ചോദിക്കുമ്പോ സ്വർഗനിവാസികൾ പറയുന്നു, റബ്ബേ ഇനി എന്തു വേണം? ഇനി എന്താ അല്ലെങ്കിൽ കിട്ടാൻ? ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്ന എല്ലാം നീ തന്നില്ലേ, ഇതിലപ്പുറം ഇനി എന്താണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു അവരെ തൊട്ട് ഹിജാബ് മാറ്റുമ്പോ അവർ കാണുന്നത് റബ്ബിനെയാ. റബ്ബിനെ കാണുമ്പോ അവർ ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാ, ഇന്നോളം അനുഭവിച്ചതൊന്നുമല്ല സുഖം. യഥാർത്ഥമായ സുഖം എന്നതിതാ സ്വർഗത്തിലെ സുഖങ്ങളല്ല സുഖം, ദുനിയാവിൽ അനുഭവിച്ചതല്ല സുഖം. റബ്ബിന്റെ ആ ഒരു നിർനിമേഷാക്ഷനായി ആനന്ദ പീയൂഷമായി റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, റബ്ബിന്റെ ലിഖാ, അതാണ് വസിയാദ. ആ ഒരു സിയാദ ആർക്കാണുള്ളത്? സ്വർഗത്തിൽ അല്ലാഹുവിനെ കാണാനുള്ള അവസരം അത് ഇഹ്സാനുള്ളവർക്ക്. ഈ ഇഹ്സാന് വേണ്ടിയാ മഹാന്മാർ അധ്വാനിച്ചത്. കേവലമായൊരു ഈമാനും ഇസ്ലാമുമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇഹ്സാൻ, അല്ലാഹുവിനെ കാണുക. ദുനിയാവിൽ അല്ലാഹുവിനെ കാണുന്നത് പോലെ അമൽ ചെയ്താൽ സ്വർഗത്തിൽ നേരിട്ട് അല്ലാഹുവിനെ കാണാനുള്ള അനുഭവമാണ് ഉണ്ടാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഏതാ രണ്ട് സന്തോഷം? ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. നമ്മളൊക്കെ അത് അനുഭവിക്കാറുണ്ടല്ലോ. നോമ്പ് തുറക്കുമ്പോ മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോ ഒരു സന്തോഷല്ലേ, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യഫ്റഹു ബിഫിത്രിഹി, ആ സന്തോഷം നോമ്പ് തുറക്കുന്ന സന്തോഷം. നോമ്പ് നോറ്റതിന്റെ സന്തോഷം അവിടെ ബാക്കിയുണ്ട്. ഇത് നോമ്പ് തുറക്കുന്ന സന്തോഷമാണെങ്കിൽ നോമ്പ് നോറ്റതിന്റെ സന്തോഷം അത് വഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തെ സന്തോഷം, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സന്തോഷം, അത് അള്ളാഹിന്റെ ലിഖാഇന്റെ സമയത്തുള്ള സന്തോഷം. യഫ്റഹുഹാ ബിസൗമിഹി, അതാണ് നോമ്പിന്റെ സന്തോഷം. അതുകൊണ്ടാണല്ലോ എല്ലാ അമലിനും അതൊക്കെ അവന് തന്നെയുള്ളതാ, മനുഷ്യപുത്രനുള്ളതാ. കുല്ലു അമലി ബിനി ആദമ ലഹു, ഖുദ്സിയ ഹദീസിൽ അല്ലാഹു പറഞ്ഞു ഓരോ അമലും മനുഷ്യന് തന്നെയാ. പക്ഷേ ഇല്ല സൗം ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, നോമ്പ് ഫഇന്നഹു ലി, അതെനിക്കുള്ളതാ. വഅന അജ്സി ബിഹി, അതിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്നതിനെ ഒന്നുകൂടി നാം വായിച്ചാൽ ഞാൻ തന്നെയാണ് അതിന്റെ പ്രതിഫലം, അള്ളാഹു തന്നെയാണ് അതിന്റെ പ്രതിഫലം. റബ്ബിന്റെ ലിഖാ, റബ്ബിന്റെ ദാത്തിനെ കാണാനുള്ള അവസരമാണ് യഥാർത്ഥ നോമ്പിന്റെ പ്രതിഫലം. ഒരു അമൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം. സൂറത്തുൽ ഇൻസാൻ അല്ലാഹു തആല പറഞ്ഞല്ലോ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞിട്ട് ഇന്ന ഹാദാ കാന ലക്കും ജസാഅ വകാന സഅയുക്കും മഷ്കൂറ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമായി റബ്ബ് തരികയാ. നിങ്ങളുടെ അമല്, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ സഅയ് നന്ദി ചെയ്യപ്പെടുന്നതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ നമ്മൾ ചെയ്ത അമലിന് റബ്ബിന് നമ്മളോട് നന്ദിയുണ്ടെന്ന് പറയുന്ന, എന്താ ഇതിലപ്പുറം? റബ്ബിന്റെ ഈ ഒരു സന്തോഷം പോരെ നമുക്ക്? റബ്ബിന് നമ്മളോട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് നന്ദിയുണ്ടെന്ന് റബ്ബ് പറയുകയാണ്. സത്യത്തിൽ എല്ലാം തന്നത് റബ്ബ, നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, അതിനുവേണ്ട അമല് ചെയ്യുന്നത് വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നമ്മുടെ അമലും അല്ലാഹുവാണ് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. എല്ലാം ചെയ്യിച്ചിട്ട് റബ്ബ് പറയുന്നു
തിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ അമല് കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണ് സ്വർഗമെന്ന്. അതൊക്കെ നമുക്ക് വകവെച്ച് തരുന്ന ഒരു ദിവസം. നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചു കഴിയണം, റബ്ബിന്റെ പ്രതീക്ഷയോടെ നിൽക്കണം, അമലുകളെ നന്നാക്കി ചെയ്യണം. അങ്ങനെ ചെയ്താൽ ലില്ലദീന അഹ്സനുൽ ഹുസ്ന, സ്വർഗമുണ്ട് എന്നത് മാത്രമല്ല വസിയാദ, അതിലപ്പുറം റബ്ബിന്റെ ലിഖാഉമുണ്ട്. റാബിയത്തുൽ അദവിയ പറഞ്ഞതുപോലെ, റബ്ബേ നിന്റെ സ്വർഗത്തിന് വേണ്ടിയാ ഞാൻ അമല് ചെയ്യുന്നതെങ്കിൽ എനിക്ക് സ്വർഗം തരേണ്ട. നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ നീ എന്നെ നരകത്തിലിട്ടോ, അതൊന്നുമല്ല എന്റെ മോഹം. ഞാൻ നിന്നെ കാണാനാണ്, നിനക്ക് വേണ്ടിയാണ്. എനിക്ക് നീയല്ലാതെ സ്വർഗമുണ്ടായിട്ട് കാര്യമില്ല, നീയല്ലാതെ നീയില്ലാത്ത ഒരു സ്വർഗം എനിക്ക് ആവശ്യമില്ല. ആസിയ ബീവി എന്താ പറഞ്ഞത്? ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ദുനിയാവിൽ ഏറ്റവും സൗകര്യമുള്ള വീട്ടിൽ തന്നെയല്ലേ ആസിയ ബീവി കഴിഞ്ഞിരുന്നത്? അത് നിഷേധിക്കപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ. ദുനിയാവിൽ ഏറ്റവും ആഡംബരമുള്ള, നെയ്ലിന്റെ ഏറ്റവും മനോഹരമായ നെയ്ലിന്റെ തീരങ്ങളിലെ അത്യാഡംബരമുള്ള കൊട്ടാരങ്ങളിൽ തന്നെയാ വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി എന്ന് അഭിമാനത്തോടെ ഫിർഔൻ പറഞ്ഞ ആ നെയ്ലിന്റെ തീരങ്ങളിലെ മനോഹരമായ ഉദ്യാനങ്ങളുടെ നടുവിലെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് മഹദിയായ ആസിയ ബീവി പറഞ്ഞത് ഇതല്ലേ എനിക്ക് വേണ്ടത്? റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിലെ വീടുമല്ല ചോദിച്ചത്, സ്വർഗത്തിലെ വീടുമല്ല, നിന്റെ അടുക്കൽ വീട് വേണം, റബ്ബിന്റെ അടുക്കൽ വീട് വേണം. അതായിരുന്നു ആസിയ ബീവിയുടെ താല്പര്യം. അള്ളാഹുവിന്റെ അടുക്കൽ എത്തുക, അള്ളാഹുവിന്റെ മഅയ്യത്ത് ലഭിക്കുക, അള്ളാഹുവിന്റെ ലിഖാ അനുഭവിക്കുക. ഒരു മുഅ്മിനിന്റെ ലക്ഷ്യം അതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം മുഴുവൻ ഇഹ്സാനോടുകൂടി ആവർത്തിച്ചത്. ഇഹ്സാൻ എന്ന് പറഞ്ഞ ചെയ്യുന്ന അമലുകൾ മുഴുവൻ ഇഖ്ലാസോടെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ നിന്ന് ഒരാള് ഒരു അമല് ചെയ്താൽ അത് കൃത്യമായി നിർവഹിക്കുക എന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അമലുകളിൽ സൂക്ഷ്മതയുണ്ടാവണം, ഒരു കൃത്യത. ഇത്ഖാന് റബ്ബ് അങ്ങനെയാണല്ലോ, അല്ലദീ അത്ഖന കുല്ല ഷൈ എന്ന്. സകല വസ്തുവിനെയും സൂക്ഷ്മതയോടെയാണ് അള്ളാഹു തആല ഈ ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ വൃത്തിയായി, ചൊവ്വായി, സൂക്ഷ്മതയോടെ, കുറച്ചാണെങ്കിൽ പോലും ഉള്ളത് നന്നായി ചെയ്യുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഉസ്വത്തുൻ ഹസന എന്ന വിഷയത്തിലെ ഒരു ഉപവിഷയമായി ഇഹ്സാനെ പറ്റിയാണ് ഇവിടെ പറയാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. ഉസ്വത്തുൻ ഹസന എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞാലൊടുങ്ങാത്ത ഏത് വിഷയത്തിലെയും മാതൃകയാണ്. അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏതൊരു വിഷയത്തിലും ഇൻഷാ അല്ലാഹ് വിശ്വാസങ്ങളുടെ മാതൃക നമുക്ക് കാണാൻ സാധിക്കുമെന്ന ബോധ്യം നിങ്ങൾക്കൊക്കെയുള്ളതാണ്. ആ ബോധ്യത്തോടെ നമ്മൾ അന്വേഷിക്കുക. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ആ മാതൃക പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിഷയത്തിന്റെ സമഗ്രതയിലേക്ക് ഇനിയുള്ള ഇവിടെ മഹാന്മാരായ ഉസ്താദുമാരും പ്രാസംഗികരുമുണ്ട്, അവർ കടന്നു വരുമെന്ന ആശ്വാസത്തോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, എല്ലാവരും അസർ നിസ്കരിക്കാൻ വേണ്ടി, അസർ നിസ്കാരം ആരും നിർവഹിച്ചിട്ടില്ല, നമുക്കറിയാം. ക്യാമ്പ് നമുക്ക് ഉടൻ തന്നെ അവസാനിക്കുന്നതാണ്. 2 വിഷയാവതരണം കൂടെ ഈ വിഷയത്തിൽ ഉസ്വത്തുൻ ഹസന എന്ന സെഷൻ 2 ആൾ കൂടി പ്രഭാഷണം നടത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ അത് അവസാനിച്ച് നമ്മൾ ഇവിടെ ഈ പരിപാടിക്ക് ഇന്നത്തെ ക്യാമ്പിന് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഇവിടെ ആശംസ അല്പം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജുവൈനൽ കോർട്ട് മെമ്പർ അഡ്വക്കേറ്റ് നജമുൽ ബാബു നമ്മോട് ആശംസിക്കുന്നു. 1-2 കാര്യങ്ങൾ മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കും. അതിന് കഴിഞ്ഞാൽ സമാധാനികനായ ആസിഫ് ദാരിമി പുലിക്കൽ നമ്മെ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ആസിഫ് ദാരിമിയെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. കുറ്റിപ്പുറം ഏരിയ തലബ വിങ് മദീന പാഷനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രബന്ധ രചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ഇവിടെ വേദിയിൽ നടക്കുന്നു. സമാധാനികരായ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ വിജയികൾക്കുള്ള സമ്മാനദാനം സ്നേഹ ഉപഹാരം നൽകുന്നു. വിജയികൾക്കുള്ള ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്നവർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. മുഹമ്മദ് ഷാഫി BA ബുസ്താൻ ഉലൂം വാഫി കോളേജ് വളാഞ്ചേരി, സെക്രട്ടറി അൻവർ സാബിദ് KKHM വളാഞ്ചേരി മർക്കസ് കാർത്തല,
ജൂനിയർ വിഭാഗത്തിൽ വിജയികളെയാണ് വിളിക്കുന്നത്. ജൂനിയർ വിഭാഗത്തിൽ മുഹമ്മദ് ഷാഫി BA, ബുസ്താനുലൂം വാഫി കോളേജ് വളാഞ്ചേരി. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് വന്ന് എത്രയും പെട്ടെന്ന് അത് വാങ്ങേണ്ടതാണ്. സെക്കൻഡ് അൻവർ സാബിർ KKHM വളാഞ്ചേരി മർക്കസ് കാത്തല. തേർഡ് ബിനു ഷിബ്ലി PMSA വാഫി കോളേജ് കാട്ടിലങ്ങാടി. സീനിയർ വിഭാഗത്തും ഫസ്റ്റ് മുഹമ്മദ് ഷിബിലി KKHM വളാഞ്ചേരി മർക്കസ് കാർത്തല. സെക്കൻഡ് റഫീഖ് റഹ്മാൻ KKHM വളാഞ്ചേരി മർക്കസ് കാർത്തല. തേർഡ് ഷഫീഖ് അയ്യായ PSMA വാഫി കോളേജ് കാട്ടിലങ്ങാടി. വിജയികൾ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെ കയ്യിൽ നിന്ന് സ്നേഹോപഹാരം ഏറ്റുവാങ്ങേണ്ടതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സുവനീർ നമ്മുടെ സമ്മേളന നഗരിയിൽ 50 രൂപക്ക് ഇവിടെ ക്യാമ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നാളെ സമാപന സമ്മേളനത്തിൽ നമുക്കറിയാം, ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ക്യാമ്പിലെ അംഗങ്ങളൊക്കെ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് നമ്മുടെ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടും അവർക്ക് ഒരു ഗിഫ്റ്റ് കൂടിയാണ്. 100 രൂപയാണ് നാളെ സമ്മേളന നഗരിയിൽ അതിന് നമ്മൾ വാങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമ്പ് സൈറ്റിൽ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക്, ക്യാമ്പ് പ്രതിനിധികൾക്ക് 50 രൂപക്ക് നിങ്ങൾക്ക് സുവനീർ ലഭ്യമാണ്. എല്ലാവരും അത് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. അൽമുനീർ സൂഫിസം എന്ന വിഷയത്തിൽ 3ാം എഡിഷൻ ഇതിന്റെ പ്രകാശന കർമ്മം ഇവിടെ വേദി നടക്കുകയാണ്. അത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് സമാദരണീയനായ സലാം വൈസി ഒളവട്ടൂരാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി VK സിദ്ദീഖ് താനൂർ ബന്ധപ്പെട്ടവരെ അതിനുവേണ്ടി സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ആശംസിക്കുന്നു പ്രിയപ്പെട്ട ജുവൈനൽ കോർട്ട് മെമ്പർ അഡ്വക്കേറ്റ് നജ്മൽ ബാബു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ പണ്ഡിതന്മാരായ ഉമ്മർ ദാരിമി പുളിയങ്കോട്, സലാം ഫൈസി, സാലിം ഫൈസി, ജലീൽ റഹ്മാനി, ആസിഫ് ദൈർമി, മറ്റു പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, അസ്സലാമു അലൈക്കും. ഇത്തരമൊരു വേദിയിൽ പ്രത്യേകിച്ച് പ്രൗഢഗംഭീരമായ പണ്ഡിത സദസ്സിനു മുന്നിൽ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പാണ്ഡിത്യമുണ്ടോ എന്നെനിക്കറിയില്ല. ഇത്തരം ഒരു സന്നിധിയിൽ ജുവനൈൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുക എന്ന് തന്നെ പറയണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 5 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയം. അതിനപ്പുറം പോകാതെ നോക്കണം. നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാകുന്നുമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ഞാൻ എന്റെ പേര് പറയാൻ, ഞാൻ തുറക്കൽ സ്വദേശിയാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജുവനൈൽ ജസ്റ്റിസ് ഇപ്പം ഭയങ്കരമായിട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ആക്ട് നടപ്പിലാക്കുകയും ഓർഫനേജുമായി ബന്ധപ്പെട്ടൊക്കെ നേരിക്കൊണ്ട് ചർച്ചകൾ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഏകദേശം 1500ഓളം അനാഥശാലകളുണ്ട്. അനാഥശാലകൾ മാത്രമല്ല, അഗതി അനാഥ മന്ദിരങ്ങളുണ്ട്. മലപ്പുറം ജില്ലയിൽ അത് ഏകദേശം 118ഓളം അല്ലെങ്കിൽ 120ഓളം വരും. ആ 120ൽ അത് 1500ൽ ഏകദേശം 300ഓളം ന്യൂനപക്ഷ സമുദായത്തിന്റെ എന്ന് വേണമെങ്കിൽ പറയാം, മുസ്ലിം സമുദായത്തിന്റെ കയ്യിലാണുള്ളത്. ബാക്കി വരുന്ന 1000 എന്ന് പറയുന്നത് മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കയ്യിലും, ഏകദേശം 100ന്റെയും 250ന്റെ ഇടയിലായിട്ട് മറ്റു ഹൈന്ദവ സമുദായത്തിലെ ആളുകളുടെയും ഒരു 10ഓ 20ഓ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമാണുള്ളത്. ഈ സ്ഥാപനങ്ങളിൽ ഞാനിപ്പോൾ ഈയിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് വന്ന സമയത്ത് ഒരു 4 വർഷം മുമ്പ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തുടക്കകാലത്ത് ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു അഫ്സലിമിൽ ഉണ്ടായ 4 കുട്ടികളുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളെ ഒരു പ്രമുഖ ഓർഫനേജിൽ, കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രമുഖ ഓർഫനേജിലേക്ക് കൊടുത്തയക്കുകയും
കൊടുത്തയച്ച കുട്ടി ഏകദേശം വളർന്നു വരുന്നൊരു സമയമാണ്. ഏകദേശം 9 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ് എന്നിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന് രാവിലെ ഒരു ലെറ്റർ കാണുകയാണ്. 3 ദിവസം മുമ്പ് ഞങ്ങൾ ഓഫീസിലേക്ക് അയച്ചതാണ്. ഓഫീസിൽ തുറന്നു നോക്കിയ സമയത്ത് ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഓർഫനേജ് അധികാരികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടാണ്. CWC തന്ന കുട്ടികളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. ഈ കുട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളാരുമില്ല. ഈ കുട്ടിയെ ഗവൺമെന്റിലേക്ക് തിരിച്ചയക്കുന്നു. ഇതാണ് ഇന്നത്തെ ഓർഫനേജുകളുടെ അവസ്ഥ. ഈ കുട്ടി എന്താണെന്നോ ഈ 4-5 വർഷമായിട്ട് ഈ കുട്ടികൾക്ക് ആരൊക്കെ ഉണ്ടെന്നോ പഠിക്കാൻ തയ്യാറായിട്ടില്ല. 1,50,000 കുട്ടികൾ 15 കൊല്ലം ഓർഫനേജുകളുണ്ട്. ഏകദേശം 10 വർഷത്തോളം ഓർഫനേജുകളിൽ അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളിലുണ്ട്. അതിൽ 252 300 മുസ്ലിം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഏകദേശം ഒരു സ്ഥാപനത്തിൽ 100 കുട്ടികളെ വെച്ച് കൂട്ടിയാൽ ഏകദേശം ഒരു 30,000 കുട്ടികൾ മുസ്ലിം സമുദായത്തിൻ്റെത് വരുന്നുണ്ട്. 30,000 കുട്ടികളുണ്ട്. അതിൽ 10% എന്ന് പറയുന്നത് ഒരു 15,000-ഓളം കുട്ടികൾ, 1.5 ലക്ഷം കുട്ടികളിൽ 15,000-ഓളം കുട്ടികൾ മുസ്ലിം സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ 15,000 കുട്ടികൾ ഒരു വർഷം വരുന്നുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് 7,500-ഓളം കുട്ടികളും പഠിച്ചിറങ്ങുന്നുണ്ട്. ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സമുദായത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഇല്ല, 100% ഇല്ല എന്ന് പറയുന്നില്ല, 10% പോലും നല്ല റിസൾട്ട് കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, അതിൽ നിന്നും സമുദായത്തിന്റെ, ഞാൻ കഴിഞ്ഞ 1.5 വർഷമായി സൈക്കോളജി റിസർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് സമുദായത്തിന്റെ റിസർച്ച് ചെയ്ത സമയത്ത് സമസ്തയുടെ അധികാര കേന്ദ്രത്തിലെ സമുന്നത സ്ഥാനത്തു നിന്നും ഓർഫനേജിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ 10-ൽ താഴെയാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. 10-12 വർഷം സമുദായത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ സമസ്ത പറഞ്ഞ പരിപാവനമായ മുസ്ലിം സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കീഴിൽ നിന്നും പുറത്തു വരുന്ന കുട്ടികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നിട്ടുണ്ട് 2012. ഒരുപാട് പ്രയാസങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നപ്പോൾ ഈ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്കുണ്ടെങ്കിൽ പോലും കുട്ടികളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ആ സ്ഥാപനങ്ങളിൽ കുട്ടികളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ആക്ട് 80% വരെ, 100% എന്ന് പറയുന്നതിൽ 80% വരെ പോസിറ്റീവായ ഒരു നിയമമാണ്. ഈ നിയമം ഉണ്ടാക്കിയത് ഒരിക്കലും ഇവിടുത്തെ ഗവൺമെന്റ് അല്ല, പാർലമെന്റിൽ പാസാക്കി കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ 1890 ഉണ്ടാക്കിയ ചൈൽഡ് ലോ, 1932 ഉണ്ടാക്കിയ ജുവനൈൽ ആക്ട്, 1961 ചിൽഡ്രൻസ് ആക്ട്, 1989 ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, 2000 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്, 2015 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അമെൻഡ്മെന്റ് ആക്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആക്ടിൽ വന്നിട്ടുള്ളത് ഇസ്ലാമികമായ ഒരു വശം കൂടിയുണ്ട്. ഫോസ്റ്റർ കെയർ, അഥവാ ഈ കുട്ടികളെ വീട്ടിൽ നിന്ന്, ഓർഫനേജുകളല്ല, വീട്ടിൽ വളർത്തി ദത്തെടുക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമുദായം ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ പരിപാടി ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച പണ്ഡിത സഭയോടും സമസ്തയോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഉസ്വത്തൻ ഹസനയിൽ അടുത്തത് സമാനീയരായ ആസിഫ് ദാരിമി പുലിക്കൽ നമ്മോട് സംവാദിക്കും. അസ്സലാമു അലൈക്കും. പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ കഴിഞ്ഞ 13-ാം തീയതി ആരംഭിച്ച നമ്മുടെ ജില്ലാ സമ്മേളനം ഔദ്യോഗികമായി ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സമാപന സമ്മേളനമാണ്. നമ്മുടെ നാളത്തെ സമാപന സമ്മേളനം വൈകുന്നേരം 5 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കണം. മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ സമസ്ത കേരള ജമീയത്തുൽമയുടെ വിദ്യാർത്ഥി പടയാളികൾ അണിനിരക്കുന്ന ഒരു മഹാസമ്മേളനമായി നമ്മുടെ സമ്മേളനം നമുക്ക് മാറ്റണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ക്യാമ്പ് ഇവിടെ ഇപ്പോൾ അവസാനിക്കും. ഇത് കഴിഞ്ഞു പോയ നിങ്ങളുടെ ഡ്യൂട്ടി ഇനി ക്യാമ്പിനെ പറ്റി ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾ ക്യാമ്പിനെ പറ്റി, സമ്മേളനത്തെ പറ്റിയൊക്കെ വിലയിരുത്തേണ്ടത് നാളത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ്. അപ്പൊ നാളെ നമ്മുടെ സമാപന സമ്മേളനത്തിന് നമ്മുടെ എല്ലാ ശാഖയിൽ നിന്നും പരമാവധി നമ്മുടെ SKSFന്റെ പ്രവർത്തകന്മാർ, SYS, SMF, നമ്മുടെ മഹലിലുള്ള സമസ്തയുടെ മുഴുവൻ പ്രവർത്തകന്മാരെയും നമ്മൾ കൊണ്ടുവരണം. 2 വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനം മഞ്ചേരിയിൽ ഈ ദിവസം നടക്കുന്നുണ്ട്. ഇന്നലെ SFIയുടെ ജില്ലാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്.
നാളെ നമ്മുടെ സമ്മേളനത്തിന്റെ സമാപനം നടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള ജില്ല എന്ന് അഭിമാനത്തോടുകൂടെ പറയുന്ന ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. ഇൻഷാ അല്ലാഹ് അത് മറ്റുള്ളവർക്കും നമുക്ക് കാണിച്ചു കൊടുക്കണം. മഹല്ലുകൾ ശിഥിലമാക്കരുത് എന്ന് പറഞ്ഞ് നമുക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഒരു മഹല്ല് പോലുമില്ലാതെ അവരിങ്ങനെ ഓടി നടക്കുകയാണ്. അത്തരക്കാരുടെ എല്ലാവിധ കുപ്രചരണങ്ങൾക്കും മറുപടി പറയുന്ന രൂപത്തിലായിരിക്കണം നാളത്തെ നമ്മുടെ സമാപന സമ്മേളനം. ഇൻഷാ അല്ലാഹ് 5 മണിക്ക് തന്നെ എല്ലാവരും നമ്മുടെ സമ്മേളന നഗരിയായ കച്ചേരിപ്പടിയിലുള്ള ബസ് സ്റ്റാൻഡിൽ ഹുദൈബിയിൽ എത്തിച്ചേരണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സാധാരണ നമ്മൾ 5 മണി എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കും അത് മഗ്‌രിബിക്ക് തുടങ്ങുള്ളൂ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവരുത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ തീരുമാനവും. അതുകൊണ്ട് എല്ലാവരും 5 മണിക്ക് തന്നെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരണം. 5 മണിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവുള്ളൂ, കുറച്ച് വെയിലുണ്ടാകും. നമ്മൾ ഒരുപാട് വെയിലുകൾ സംഘടനയ്ക്ക് വേണ്ടി കൊണ്ടുവരാണ്. സംഘടനയുടെ ഒരു ജില്ലാ സമ്മേളനത്തിന് വേണ്ടി ഒരു കുറഞ്ഞ സമയം വെയിൽ കൊള്ളാനും കൂടി നമ്മൾ തയ്യാറാകുകയും അസർ നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ ഏർപ്പെടുത്തും. ഉദുവിനുള്ള സൗകര്യമുണ്ടാകും. എന്നാലും പരമാവധി ആളുകൾ മുഴുവനും ഉദു ചെയ്തുകൊണ്ട് തന്നെ എത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക. കാരണം നമ്മൾ എല്ലാ സമയത്തും ഒതുവുള്ളവരാണ്. അതുകൊണ്ട് നാളെ ഒതുവ് ചെയ്യുന്ന സ്ഥലത്ത് തിരക്കനുഭവപ്പെടാൻ പാടില്ല. നമ്മൾ ദായിമിൽ ഒതു ആകുമ്പോൾ പിന്നെ ഒതുവിന് വേണ്ടി കെട്ടിയിട്ടുള്ള ഹൗദ് അവിടെ വെറുതെയായി നിൽക്കണം ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മളല്ലാത്ത ഒരുപാട് ആളുകൾ അവിടെ ദായിമിൽ ഒതുവില്ലാത്ത ആളുകൾ വരും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഹൗദ് അവിടെ കെട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ച് നിങ്ങളുടെ ശാഖയിൽ നിന്ന് വാഹനം വരുമ്പം നമ്മുടെ ബസ് സ്റ്റാൻഡ് സമ്മേളന നഗരിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും പള്ളിയിൽ നിന്ന് തന്നെ ഒതു എടുത്ത് ആ സജ്ജീകരണത്തോടുകൂടെ പണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് വരികയും നാളെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ SKSF-ന്റെ ഒരുപാട് മാസം നമ്മൾ പ്രഖ്യാപിച്ച ഈ മദീന ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ വിദ്യാർത്ഥി സംഘം ഒരുമിച്ച് കൂടുന്ന ഒരു ചരിത്ര സംഭവമാക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മനസ്സും ചിന്തയും സമയവും ഇനി നാളത്തെ സമ്മേളനം വിജയിപ്പിക്കാനാകണമെന്ന് വളരെ വിനീതമായി നമ്മുടെ ശാഖയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഉണർന്നാൽ മലപ്പുറം ജില്ലയിൽ SKSF-ന്റെ സമ്മേളനം നടത്താൻ ഒരു സ്ഥലമുണ്ടാകുകയില്ല എന്നത് ഉറപ്പാണ്. നിങ്ങൾ ഉറങ്ങിയാലോ നമുക്ക് എത്ര വലിയ ഗ്രൗണ്ട് കിട്ടിയാലും നമുക്ക് അതിൽ ആളെ കൂട്ടാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി നിങ്ങൾ ഉണരണം, ദീനിന് വേണ്ടി ഉണരണം, മദീനയ്ക്ക് വേണ്ടി ഉണരണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീന ഫാഷൻ പ്രചരണാർത്ഥം നിലമ്പൂർ ഏരിയ തൊലഭാവിംഗ് സംഘടിപ്പിച്ചിട്ടുള്ള പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട ഷഹീർ അൻവരി നൽകുന്നു. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് അത് ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. 1ാം സ്ഥാനം മുഹമ്മദ് ഫായിസ് ടി, 2nd പ്രൈസ് മുഹമ്മദ് മുഹ്സിൻ, 3rd പ്രൈസ് അബ്ദുൽ ബാരി. ബന്ധപ്പെട്ടവർ അത് ജില്ലാ സെക്രട്ടറി കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. പ്രസംഗത്തിന് വേണ്ടി സമാദരണീയരായ ആസിഫ് ദാരിമിയെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. വേദിയിലുള്ള അഭിവന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാനും അവിടുത്തെ ജീവിതത്തെ പരിപൂർണമായി പിന്തുടർന്ന് ആ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുമുള്ള അനിവാര്യ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ ഇന്നിവിടെ ഇരുത്തിയിട്ടുള്ളത്. നമ്മെ ഭൂമിയിലേക്ക് അള്ളാഹു അയക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹു തന്ന ഐഡന്റിറ്റി ഖലീഫ എന്ന ഐഡന്റിറ്റിയാണ്. ഖലീഫ എന്നാൽ സത്യത്തിൽ പ്രതിനിധിയാണ്. SKSF-ന്റെ പ്രതിനിധിയായി ഒരാൾ ഒരു സമ്മേളനത്തിന് പോയി പ്രസംഗിക്കാൻ പോയാൽ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിൽ SKSF ഉണ്ടാവണം, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ SKSF ഉണ്ടാവണം, അദ്ദേഹത്തിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും SKSF ഉണ്ടായിരിക്കണം. കാരണം അദ്ദേഹം SKSF-ന്റെ പ്രതിനിധിയാണ്.
നാം ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. നമ്മെ എന്താണ് പ്രതിനിധിയുടെ ഡ്യൂട്ടി എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരാളെ മാത്രം ഡയറക്റ്റ് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റെല്ലാ അമ്പിയാക്കളെയും അള്ളാഹു ഇൻഡയറക്റ്റായി അദബ് പഠിപ്പിച്ചപ്പോൾ ഒരാളെ മാത്രം അള്ളാഹു ഡയറക്റ്റ് അദബ് പഠിപ്പിച്ച് പ്രതിനിധികളുടെ നേതാവാക്കി ലോക ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല തന്നെ ഡയറക്റ്റ് അദബ് പഠിപ്പിച്ചു. അദബ് പഠിപ്പിക്കാൻ ഉമ്മയില്ല, അദബ് പഠിപ്പിക്കാൻ ഉപ്പയെ ഏൽപ്പിച്ചില്ല, അദബ് പഠിപ്പിക്കാൻ ഒരാൾക്കും കൂടുതൽ സമയം കൊടുത്തില്ല. ആരെല്ലാം ഏറ്റെടുത്തോ അവരിലെല്ലാം അവരോടൊപ്പം കുറച്ചുകാലം മാത്രമേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചുള്ളൂ. കാരണം അദബ് പഠിപ്പിക്കുന്ന ഡ്യൂട്ടി അള്ളാഹു ഡയറക്റ്റ് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖലീഫയായി വന്ന നമ്മൾ ഏത് വിഷയത്തിലും മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ സാഹചര്യങ്ങളെ സൃഷ്ടിച്ച, ഈ ഭൂമിയെയും ഭൂമിയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച റബ്ബിനാണ് ഓരോ സാഹചര്യത്തിലും ഏറ്റവും നല്ലത് ഏതാണെന്ന് അറിയുക. ഏറ്റവും നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ല രീതിയിൽ ഞാനും നിങ്ങളും ഇടപെടാൻ വേണ്ടി ഖലീഫകളുടെ നേതാവായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുന്ന് ഏതു ചെയ്താലും അത് ആ സാഹചര്യത്തിന്റെ പരിപൂർണതയാണ്. ഇത് ഈ മേഖലയിലേക്ക് ഫിറ്റല്ല എന്ന് ഒന്നിനെക്കുറിച്ചും പറയാൻ പറ്റില്ല. ഇത് എന്റെ പ്രായത്തിന് ഫിറ്റല്ല എന്ന് ഒരു സുന്നത്തിനെ കുറിച്ചും പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ സാഹചര്യങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു ഡയറക്റ്റ് അദബ് പഠിപ്പിച്ച് എല്ലാ സാഹചര്യത്തെയും മനസ്സിലാക്കി നമുക്ക് മാർഗദർശിയായി അള്ളാഹു നൽകിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ ബോധ്യത്തോടെ എല്ലാത്തിലും മുത്തുനബിയെ കണ്ട് മുത്തുനബിയുടെ ജീവിതം പഠിച്ചാലോ അതിലെല്ലാം ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലും അതിൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മും ഉണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ ഒന്ന് ചിരിച്ചാൽ അതിൽ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ടാകും. മുത്തുനബി ഒന്ന് സംസാരിച്ചാൽ അതിൽ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ടായിരിക്കും. കാരണം അല്ലാഹുവിന്റെ ഖലീഫയാണ്. ഖലീഫയുടെ എല്ലാ ക്വാളിറ്റിയും സമ്പൂർണതയോടെ ഒരുമിച്ച് ചേർന്നത് നബിതങ്ങളിലാണ്. അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവും. അള്ളാഹു ഏൽപ്പിച്ച ഖിലാഫത്തിനെ പരിപൂർണമായി കൊണ്ടു നടക്കാനാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ തണലിൽ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈമാനോടെ ജീവിച്ച് പരിപൂർണ ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്കും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച് മരിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഇഖ്ലാസും തഖ്വയും ഈമാനും യഖീനും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്കും റബ്ബിനോടുള്ള മഹബ്ബത്തും നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമ്മളോട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി വളരെ കുറഞ്ഞ വാക്ക് പറയും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ദുആ, ഈ ഭക്ഷണത്തിനൊക്കെ സൗകര്യം നൽകുന്നവർക്ക് ചെറിയൊരു ദുആ നടത്തി നമ്മൾ പിരിയും. എല്ലാവരും ആ ഫോമും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൗണ്ടറുകളിൽ ഏൽപ്പിക്കുക. ആ ക്ലോക്ക് എല്ലാവരും വാങ്ങുക. നിങ്ങളുടെ വീട്ടിലേക്കുള്ളതല്ല, പഞ്ചായത്ത് ഓഫീസിലേക്കാണ്. ഒന്നും കൂടി നിങ്ങളുടെ ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. നാളത്തെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് വാണംപള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട സത്താർ പന്തലൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ്, റഹ്മത്തുള്ള ഖാസിം മൂത്തേടം തുടങ്ങിയ പ്രമുഖരായ ആളുകൾ 4 വിഷയ സംബന്ധിയായിട്ടുള്ള പ്രസംഗം നാളെ നടത്തും എന്നും പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഉസ്വത്തുൻ ഹസനയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 5 വക്ത നിസ്കാരം. അസർ സദസ്സിലുള്ള ഭൂരിഭാഗം ആളുകളും നിസ്കരിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ ഉസ്വത്തുൻ ഹസനയുടെ പരിസമാപ്തിയിൽ അതിന് കളങ്കമുണ്ടാകുന്ന ഒരു അവസ്ഥയിലായിട്ട് പിരിയരുത് എന്ന് നിർബന്ധം. നിങ്ങൾക്കുള്ളതുപോലെ എനിക്കുള്ളത് കൊണ്ട് നാളെ എല്ലാവരും സമ്മേളനം വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അതിന്റെ മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഈ വാട്സപ്പിലൂടെയൊക്കെ ഒരു ഫേക്ക് ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ 2 മണിക്ക് മഞ്ചേരിയിൽ വെച്ച് റാലി നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റാലി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ മദീന ഫാഷന്റെ തുടർച്ച എന്നോണം
നമ്മുടെ ഏരിയ മദീന പേഷൻ ഏപ്രിൽ മാസം നടക്കുമെന്നും കൂടി നിങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ജില്ലാ മദീന പേഷനിൽ പങ്കെടുത്ത ആളുകളായിരിക്കും ഏരിയ മദീന പേഷനിൽ പങ്കെടുക്കേണ്ടത് എന്നുകൂടി അറിയിക്കുകയാണ്. അവർക്ക് മാത്രമേ അതിൽ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ഈ സെഷന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷമീർ ഫൈസി പുത്തനങ്ങാടിയെ സാദരം ക്ഷണിക്കുന്നു. നിസ്കാരം എല്ലാവരും ജമാഅത്തായി പള്ളിയെ നിസ്കരിച്ച് നമുക്ക് ജമാഅത്തായി തന്നെ പിരിയാം. അതുകൊണ്ട് ആരും സെപ്പറേറ്റ് നിസ്കരിക്കേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിക്കാൻ പറഞ്ഞതാണ്. പ്രാദേശിക സ്വാഗത സംഘം നേരത്തെ ഭക്ഷണം നൽകിയപ്പോൾ എന്തോ ഒരു ചെറിയ ഷോർട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് അവർ നിരപരാധികളാണ്. അവരേൽപ്പിക്കപ്പെട്ട ടീമിന്റെ അടുത്ത് അവർ കൊടുത്തയച്ച കണക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കും. വളരെ വേദനയുണ്ട്. അവർ വീണ്ടും വീണ്ടും അത് പറയണമെന്ന് ആവർത്തിച്ച് എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് പറയാണ്. നിങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് മഞ്ചേരിക്കാരെ ഭക്ഷണം കുറച്ചു എന്ന് നിങ്ങൾ കരുതരുത്. അത് അവരെ ഏൽപ്പിച്ച കമ്മ്യൂണിക്കേഷനിലുള്ള ചെറിയൊരു അദ്ദേഹം മനസ്സിലാക്കിയതിലൊരു അപാകത സംഭവിച്ചതാണ്. കാറ്ററിംഗ് ഒരു സംവിധാനത്തെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വാഗത സംഘം ഇവിടുത്തെ ഭാരവാഹികൾ അതിൽ ഏറെ വിഷമിക്കുന്നുണ്ട്. നിങ്ങളാരും പ്രയാസപ്പെടരുത് എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഈ ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവർ, നമുക്ക് ഈ ഹാള് തന്ന് ഇവിടെ സഹായിച്ച ഇവിടുത്തെ നമ്മുടെ തുറക്കൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി, ഇവിടുത്തെ സ്കൂൾ കമ്മിറ്റി, അതുപോലെ ബന്ധപ്പെട്ട ഈ നാട്ടുകാര്, മഞ്ചേരി മേഖല SKSF പ്രവർത്തകന്മാർ, ഇവിടുത്തെ പ്രാദേശിക സ്വാഗത സംഘം ഭാരവാഹികൾ, രാവിലെ തന്നെ വളരെ കൃത്യമായി ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നല്ലവരായ പ്രവർത്തകന്മാരെല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സഹായിച്ചവരെയൊക്കെ സഹായിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു തആല അവർക്ക് ഇരുവീട്ടിൽ നൽകി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വിട പറഞ്ഞ ദിവസമാണ് ഫെബ്രുവരി 18. അള്ളാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ശൈഖുനയോടൊപ്പം അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഉസ്താദിന്റെ വഫാത്തിന്റെ ദിവസവും നാളെ SKSF പിറവിയുടെ ദിവസമാണ്. നമുക്ക് ഫെബ്രുവരി 18ഉം 19ഉം ഒന്ന് നമുക്ക് ദുഃഖത്തിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് സന്തോഷത്തിൻ്റെതാണ്. അള്ളാഹു തആല ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരുടെ ദർജകളെ ഉയർത്തി അള്ളാഹു തആല അവർക്ക് എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ നാടിലും പരിസരങ്ങളിലൊക്കെ വെള്ളമില്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ വിഷമത്തിലാണ്. അള്ളാഹു തആല ആവശ്യമായ മഴ നൽകി നമുക്ക് വെള്ളം നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല വെള്ളം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് മഴ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ സമ്മേളനം നാളെ ഒരു ചരിത്ര സംഭവമാക്കി വിജയിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി നമ്മുടെ മഞ്ചേരിയിലെ പ്രവർത്തകന്മാർ ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിച്ച് ഒരുപാട് കർമ്മ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി സജീവമായി പ്രവർത്തിച്ചവരുണ്ട്. ഈ പരിപാടി നിയന്ത്രിച്ച വിഖായ വളണ്ടിയർമാര്, തലബാ വിങ്ങിന്റെ പ്രവർത്തകന്മാര്, എല്ലാവർക്കും അല്ലാഹു തആല അർഹമായത് മുഴുവനും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ഒരു പ്രതിനിധിയുടെ പിതാവ് ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നന്ദി പറയാൻ ഷമീർ ഫൈസി പുത്തനങ്ങാടി.